ബിന്ദു പത്മനാഭൻ തിരോധാന കേസിൽ അന്വേഷണം വഴിമുട്ടുന്നു. കൊലപാതക കുറ്റം ചുമത്തിയെങ്കിലും സെബാസ്റ്റ്യനെ കസ്റ്റഡിയിലെടുക്കാനോ അറസ്റ്റ് രേഖപ്പെടുത്താനോ അന്വേഷണ സംഘത്തിനായിട്ടില്ല. മതിയായ തെളിവുകളുടെ അപര്യാപ്തതയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ നേരിടുന്ന പ്രതിസന്ധി. ഒരു മാസം കഴിഞ്ഞിട്ടും DNA പരിശോധനാ ഫലവും വൈകുകയാണ്. ആയിഷ തിരോധാന കേസ് അന്വേഷണത്തിലും സമാനമാണ് സാഹചര്യം. ശരണ്യ സ്നേഹജൻ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. ശരണ്യ, ഇപ്പോൾ ഒരുപാട് തെളിവുകൾ ഏതാണ്ട് പോലീസിന് വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ മനസ്സിലാവുന്ന തെളിവുകൾ ശേഖരിച്ചിരുന്നു. പക്ഷെ അപ്പോഴും കോടതിയിൽ ഇതൊന്നുമല്ല വേണ്ടത്, വ്യത്യസ്തമായ കാര്യങ്ങളിലേക്ക് അന്വേഷണം പോകേണ്ടി വരും, കൃത്യമായ സാക്ഷിമൊഴികൾ വേണ്ടി വരും, മറ്റു തെളിവുകളിലേക്ക് പോകേണ്ടി വരും. ഇതൊക്കെ ഇപ്പോൾ ലഭ്യമാകാത്തൊരു സാഹചര്യമാണോ? രഞ്ജിത്ത്, ബിന്ദു പത്മനാഭൻ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് അത് 302, അതായത് അന്നത്തെ കൊലപാതക കേസാണ്. അതുകൊണ്ട് തന്നെ 302 വകുപ്പ് പ്രകാരമാണ് ബിന്ദു പത്മനാഭൻ കേസ് അപ്ഗ്രേഡ് ചെയ്തത്. അത് ഈ ചേർത്തല കോടതിയിൽ അത് അന്വേഷണ ഉദ്യോഗസ്ഥൻ ചേർത്തല കോടതിയെ അറിയിക്കുകയും ചെയ്തു. 302 അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് മിസ്സിംഗ് കേസ് ആയിരുന്ന KP ആക്ട് പ്രകാരം മിസ്സിംഗ് കേസ് ആയിരുന്ന കേസ് പിന്നീട് അത് കൊലപാതക കേസായി ഇപ്പോൾ മാറ്റി. അതിനൊരു പശ്ചാത്തലം എന്ന് പറയുന്നത് ജൈനമ്മ തിരോധാനം ഉണ്ടായി. അതിൽ ജൈനമ്മയുടെ ബ്ലഡ് സ്റ്റെയിൻസ് അടക്കം ആ വീടിനകത്ത് നിന്ന് കണ്ടെത്തി കൊലപാതകം നടന്നിട്ടുണ്ട് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തി. ആ വീടിനകത്ത് കണ്ടെത്തിയ രക്തക്കറയുടെ സാമ്പിളുകൾ DNA പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ അത് ജൈനമ്മയുടേതാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. ആ ഒരു പശ്ചാത്തലത്തിൽ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ മൂന്ന് സ്ത്രീകൾക്കും, അതായത് ഐഷയും ജൈനമ്മയും ഒപ്പം തന്നെ ബിന്ദു പത്മനാഭനും, ഈ മൂന്ന് സ്ത്രീകളും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത്. പക്ഷേ അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തി നിൽക്കുമ്പോഴും ഈ 302 വകുപ്പുകളടക്കം മാറ്റിക്കൊണ്ട് ചേർത്തല കോടതിയെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇനി അതിനുള്ള മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഒരു വെല്ലുവിളിയായി നിൽക്കുന്നത്. അതായത് ഇനി ഫോർമൽ അറസ്റ്റ് രേഖപ്പെടുത്തണം. അത് ഇപ്പോൾ നമുക്കറിയാം, ആഴ്ചകൾ കഴിഞ്ഞു 302 വകുപ്പ് അപ്ഗ്രേഡ് ചെയ്തിട്ട്. അതിനുശേഷം പിന്നെ ഇപ്പോൾ ആ കേസിനകത്ത് ഒന്ന് ഏറ്റുമാനൂർ കോടതിയുടെ അണ്ടറിലാണ് ഇപ്പോൾ സെബാസ്റ്റ്യൻ കോട്ടയത്ത് റിമാൻഡിലുള്ളത്. അവിടെ അന്വേഷണ സംഘം ഏറ്റുമാനൂർ കോടതിയെ കൂടി ബോധിപ്പിച്ച ശേഷം വേണം ഈ കേസിൽ ഈ സെബാസ്റ്റ്യന്റെ അറസ്റ്റ് രേഖപ്പെടുത്താനായിട്ട്. ഇപ്പോൾ കോട്ടയം ജയിലിലാണ് അയാൾ ഉള്ളത്, ജില്ലാ ജയിലിലാണ് ഉള്ളത്. അറസ്റ്റ് രേഖപ്പെടുത്തണമെങ്കിൽ അവിടെ കോടതിയെ ബോധിപ്പിക്കാൻ കഴിയത്തക്ക രീതിയിലുള്ള ബിന്ദു പത്മനാഭൻ കേസുമായി കണക്ട് ചെയ്തിട്ടുള്ള തെളിവുകൾ അവിടെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് അവിടെ നൽകണം. അതിനുശേഷം വേണം ഈ കോട്ടയം ജില്ലാ ജയിലിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്താൻ. എന്നാൽ അതിൻ്റെ ഒരു പ്രാഥമികമായ, അതായത് ഏറ്റവും ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത് ഈ അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. പക്ഷേ ആഴ്ചകൾ പിന്നിടുമ്പോഴും അറസ്റ്റ് രേഖപ്പെടുത്തൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇപ്പോൾ ജൈനമ്മ തിരോധാന കൊലപാതക കേസിൽ അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുന്ന സെബാസ്റ്റ്യനെ ബിന്ദു പത്മനാഭൻ തിരോധാന കേസിലേക്ക് അന്വേഷണ സംഘത്തിന് കയ്യിലേക്ക് കിട്ടണം. അത് കിട്ടുന്നതിന് വേണ്ടി ഉള്ള കസ്റ്റഡി അപേക്ഷ നൽകണമെങ്കിൽ മതിയായ കാര്യങ്ങൾ അതിനകത്ത് ബോധ്യപ്പെടുത്തണം എന്നുള്ളതാണ്. അന്വേഷണവുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യന്റെ ഇൻവോൾവ്മെന്റുമായി ബന്ധപ്പെട്ട മതിയായ കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തി വേണം അത്തരമൊരു നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ. അതിലേക്ക് പോകാൻ അന്വേഷണ സംഘത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട തെളിവുകളുടെ അപര്യാപ്തത, കണ്ടെത്തലുകളുടെ അപര്യാപ്തത വലിയ വെല്ലുവിളിയായി അന്വേഷണ സംഘത്തിന് മാറുന്നു എന്നുള്ളതാണ്. നേരത്തെ ബിന്ദുവിന്റെ സഹോദരൻ തന്നെ സൂചിപ്പിച്ചതുപോലെ വിദേശത്തു നിന്നും അദ്ദേഹത്തെയും വിളിച്ചു വരുത്തി DNA സാമ്പിൾ എടുത്തു. പഴയ ചോദ്യങ്ങൾ തന്നെ ചോദിച്ചു പറഞ്ഞയച്ചു എന്നുള്ളതാണ് വ്യക്തമാക്കിയത്. അപ്പോൾ ആ രീതിയിൽ ഒരു പഴയ കാര്യങ്ങളിൽ നിന്ന് പുതിയതായി എന്ത് അന്വേഷണ സംഘം കണ്ടെത്തി എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. ആ ഒരു ചോദ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ അത്തരം ഒരു കൃത്യമായൊരു സെബാസ്റ്റ്യന്റെ ഇൻവോൾവ്മെന്റിലേക്ക് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് പുതിയതായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അന്വേഷണ സംഘത്തിൽ നിന്ന്, അതിൽ പോലീസിനുള്ളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചന. അങ്ങനെ ഒരു മതിയായ തെളിവുകൾ കണ്ടെത്താൻ കഴിയാതെ ഇവരുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ആ സെബാസ്റ്റ്യന്റെ പുരയിടത്തിൽ നിന്ന് കിട്ടിയ എല്ലുകളുടെ സാമ്പിളുകൾ എല്ലാം തന്നെ DNA പരിശോധനയ്ക്ക് അയച്ചു. ആ ബോണുകൾ ആരുടേതാണ് എന്ന് കണ്ടെത്തുക എന്നുള്ളത് മനുഷ്യാസ്ഥികളാണ് എന്നുള്ളത് ഫോറൻസിക് വിഭാഗം അന്ന് തന്നെ സ്ഥിരീകരിച്ചിരുന്നു. പക്ഷെ അത് ആരുടേതാണ് എന്ന് കണ്ടെത്തുക എന്നുള്ളത് കണ്ടെത്താൻ കഴിഞ്ഞാൽ മാത്രമേ അതിനകത്തൊരു ക്ലാരിറ്റിയിലേക്ക് വരാൻ കഴിയുള്ളൂ. എന്തായാലും അത് ബിന്ദു പത്മനാഭന്റെ ആവാൻ സാധ്യത കുറവാണ് എന്നുള്ളതാണ്. ജൈനമ്മയുടെയും ഒപ്പം തന്നെ ഐഷയുടെയും കേസിൽ ഒരു പോസിബിലിറ്റി
പോലീസ് കാണുന്നുണ്ടെങ്കിലും ഈ DNA ഫലം പോലും വൈകുന്നു എന്നുള്ളതാണ്. 7-ാം മാസമാണ്, അതായത് ജൂലൈ മാസമാണ് ഈ സാമ്പിളുകൾ, ജൂലൈ 28-നാണ് സെബാസ്റ്റ്യന്റെ പുരയിടത്തിൽ നിന്നും ഈ സാമ്പിളുകളായിട്ടുള്ള ഈ ബോൺസിന്റെ കഷ്ണങ്ങൾ കിട്ടിയിട്ടുള്ളത്. അത് ശേഖരിച്ച് അത് കത്തിച്ച നിലയിലായിരുന്നു എന്നുള്ളതാണ്. അതുമൊക്കെ അന്വേഷണ സംഘത്തിന് അല്ലെങ്കിൽ പരിശോധനയ്ക്ക് വെല്ലുവിളി ആകുന്നുണ്ട് എന്നുള്ളതാണ്. ഇതുവരെ DNA പരിശോധന ഫലം ലഭ്യമാകില്ല. ഒരു അടിയന്തരമായ കേസാണ്. നമുക്കറിയാലോ, ഇത്രയും സ്ത്രീകളുടെ തിരോധാനം വന്നു നിൽക്കുന്നു. ഒപ്പം തന്നെ ഈ സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യൻ കൃത്യമായ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടെന്ന് പുറമെയുള്ള കാര്യങ്ങൾ വെച്ച് പറയും. പക്ഷേ അതിനപ്പുറത്തേക്ക് സാങ്കേതികമായി അത് തെളിയിക്കണമെങ്കിൽ അല്ലെങ്കിൽ കോടതിയുടെ മുന്നിലേക്ക് വരുമ്പോൾ കൃത്യമായ എവിഡൻസ് വേണം. അതിൽ ഗുണം ചെയ്യുന്നതായിരുന്നു ഈ DNA പരിശോധന ഫലം. പക്ഷേ അതും വൈകുന്നു എന്നുള്ളതാണ്. ഈ രക്തസാമ്പിളുകൾ മാത്രമാണ്, കോട്ടയം കേസിൽ മാത്രമാണ് അങ്ങനെ ഒരു തെളിവെടുപ്പും കാര്യങ്ങളിലേക്കും അല്ലെങ്കിൽ കൂടുതൽ ഒരു ഡെപ്തിലേക്ക് പോകാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴും ആലപ്പുഴയിലെ അന്വേഷണ സംഘം ഈ കേസുമായി ബന്ധപ്പെട്ട് ഇരുട്ടിൽ തപ്പുകയാണ് എന്നുള്ളതാണ്. പുതിയൊരു ആളുകളിലേക്ക് പോകാനോ അല്ലെങ്കിൽ പുതിയ കണ്ടെത്തലുകളിലേക്ക് പോകാനോ അവർക്ക് കഴിഞ്ഞിട്ടില്ല. കാര്യമായ പരിശോധനകൾ ഈ ബിന്ദുവിന്റെ ശരീരവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത് എവിടെ മറവ് ചെയ്തു എന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യമായ പരിശോധനകളിലേക്ക് പോകാനോ കൊലപ്പെടുത്തിയെന്ന് സ്ഥിരീകരിച്ച് കണ്ടെത്തിക്കൊണ്ട് വരാനോ അവർക്ക് കഴിയാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് രഞ്ജിത്ത്. അതിൽ ഒപ്പം നമ്മൾ ഒരു കാര്യം പറയാതെ പോകാൻ കഴിയില്ല. കാരണം ബിന്ദു പത്മനാഭന്റെ ആദ്യ കേസുമായി ബന്ധപ്പെട്ട ബിന്ദുവിന്റെ സഹോദരൻ ഉൾപ്പെടെ ഇതിനകത്ത് വകുപ്പ് തല അന്വേഷണം നടത്തണം. കാരണം അത് കേസ് മുഴുവൻ അട്ടിമറിക്കപ്പെട്ടു, അതുപോലെയാണ് അത് ഫ്രെയിം ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന ആരോപണം ഉന്നയിച്ചിരുന്നു. വകുപ്പ് തല അന്വേഷണം അദ്ദേഹം സർക്കാരിൽ നിന്ന് മന്ത്രി പി പ്രസാദ് അടക്കമുള്ള ആളുകളുമായി സംസാരിക്കുകയും ചെയ്തതാണ്. വകുപ്പ് തല അന്വേഷണം നടത്തുമെന്നാണ് അദ്ദേഹം കരുതുന്നത്. പക്ഷേ ഈ വകുപ്പ് തല അന്വേഷണം അത് ഈ കേസിനെ ഇപ്പോഴും അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ ബാധിക്കുന്ന കാര്യം ആദ്യത്തെ ടീം നൽകിയിട്ടുള്ള അതിനകത്ത് വെച്ചിട്ടുള്ള ആ ഫ്രെയിം ചെയ്തിട്ടുള്ള മോശം അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ വകുപ്പ് തല അന്വേഷണം എന്നുള്ള ആരോപണം ശക്തി പ്രാപിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ സെബാസ്റ്റ്യനെ ഒന്ന് അറസ്റ്റ് പോലും രേഖപ്പെടുത്താനാകാതെ അന്വേഷണ സംഘം നിൽക്കുന്നത്. ശരി, ശരണ്യാണ് വിവരങ്ങൾ പങ്കുവച്ചത്.